ഒരു പക്ഷേ കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിലെ സർക്കാരോ ഇന്ത്യയിലെ തന്നെ ഗവൺമെന്റോ ചെയ്തതിനേക്കാൾ ഒരു ബദൽ സർക്കാരായി ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. പ്രവാസത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പ്രവർത്തകരുടെ ഒരു വീര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ നാട്ടിലുള്ളതിന്റെ 10 ഇരട്ടിയാണ്. നമ്മളെക്കാട്ടിലും ടെൻഷൻ അനുഭവിക്കുന്നത് അവർ അവിടെ ഇരുന്നിട്ടാണ്. അവർ അവിടെ ഇരുന്ന് സൈബർ ഇടങ്ങളിൽ ഇരുന്ന് പാർട്ടിക്ക് വേണ്ടി മുന്നണിക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നമ്മൾ നാട്ടിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ 140 സീറ്റിലും ജയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെന്റ്, ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നത്, കാരണം ആലോചിച്ച് നോക്കണം, 12-14 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് വന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ ഫോണിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ഇരുന്നുകൊണ്ട് അവർ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടി. അവരുടെ മനസ്സിവിടെയാണ്. എത്രയോ വീടുകളിൽ വൈകുന്നേരങ്ങളിലെ പര്യടനത്തിന് പോകുമ്പോ വീഡിയോ കോളിലാണ്. ആ വീട്ടിലെ ഉമ്മമാര് വീഡിയോ കോൾ വിളിച്ച് സ്ഥാനാർത്ഥിയെ കാണിച്ചു കൊടുക്കാണ്. ചിലരൊക്കെ കരയുകയാണ്. ഈ ചേർത്ത് പിടിക്കലിന് എങ്ങനെ നന്ദി പറഞ്ഞെന്നറിയില്ല. വരാൻ പറ്റാത്ത സാഹചര്യം കോവിഡായതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വന്നാൽ തിരിച്ചു കൊണ്ട് ബുദ്ധിമുട്ടാവും. അത് കാരണം മുറുക്കണം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഞെട്ടുകയാണ് ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ. നിങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെയാണ് തിരിച്ച് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. KMCC പോലെ തന്നെ ഇൻകാസിന്റെയും OICCയുടെയും അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാടൻ പ്രയോഗത്തില്. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ, അത് തന്നെയാണ് ഈ പറയുന്ന ചേറ്റ സരിൻ. ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ. ലീഗിന് വോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന RSSന് വോട്ട് നൽകുന്നതിന് തുല്യമാണെന്നാണ് ആര് പറഞ്ഞത്? ഈ പറയുന്ന ചേറ്റ സരിൻ പറഞ്ഞത്. ഇവനാണെങ്കിലോ, ഇവനൊന്ന് ആലോചിക്കണ്ടേ? ഇവൻ നിൽക്കുന്ന ഇവന്റെ കപ്പിത്താനായിട്ടുള്ള ഇരട്ടച്ചങ്ങൻ പിണറായി വിജയനടക്കം ഈ കേരളത്തിന്റെ നിയമസഭ ആദ്യമായി പിണറായി വിജയൻ കാണുന്നത് എങ്ങനെയാ? RSSകാരന്റെ കൂടെ മുന്നണിയെ കൂടി അവന്റെ കൂടെ കൂട്ടുകൂടി അവന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഈ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോഴും ഈ RSSകാരന്റെ കൂടെ എല്ലാവിധ അന്തർധാരകളും നടത്തി RSSന് വേണ്ടി വിടുപണി ചെയ്യുന്നവനാണ് ഈ പിണറായി വിജയൻ. അവനാണ് ഇവന്റെ കപ്പിത്താൻ. എന്നിട്ട് ഇവൻ പറയുന്നത് ലീഗിന് വോട്ട് ചെയ്താല് അത് RSSന് വോട്ട് ചെയ്യും പോലെയാണ് എന്നാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തില് അന്ന് ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി സരിൻ അന്ന് ഒറ്റപ്പാലത്തെ ലീഗ് ഓഫീസിൽ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇവരെ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ വാക്കില്ലേ, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം. അതല്ലേ ഇവൻ കാണിക്കുന്നത്. ഇവൻ ലീഗിന്റെ ഓഫീസിൽ വെച്ച് ഇവന്റെ പ്രചാരണ പരിപാടിയിൽ ഇവൻ 4 വോട്ടിന് വേണ്ടി കരഞ്ഞു മെഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? KMCCയെയും ലീഗിനെയും വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതേ പറയുന്ന ഈ ചെറ്റ സരിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവന് വേണ്ടി ലീഗുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ആ ലീഗുകാർ ഓർത്തില്ല, ഇങ്ങനെ ഒരു ഒറ്റുകാരന് വേണ്ടിയായിരിക്കും നമ്മൾ ഈ വോട്ട് ചെയ്തത് എന്ന് ഈ ലീഗുകാർ ഓർത്തില്ല. ലീഗുകാർക്ക് വലിയൊരു തെറ്റുപറ്റിപ്പോയി. സരിനെ ആ തെറ്റ് ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ലീഗിന്റെ മക്കൾക്ക് പറ്റൂല. അത് സരിൻ ഓർത്തു വെച്ചോ. ഒരു വട്ടം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, നിന്നെ പോലുള്ള ഒരു ഒറ്റുകാരന് വേണ്ടിയാണ് ഞങ്ങൾ പ്രചരണങ്ങൾ നടത്തിയതും ഞങ്ങൾ വോട്ട് ചെയ്തതും. ആ തെറ്റ് ഇനി ഒരു ലീഗുകാരനും ആവർത്തിക്കില്ല. നീ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മുഅ്മിനായിട്ടുള്ള ഒരു മനുഷ്യന്മാരാണ് ലീഗുകാര്. പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതറിയാം? ഒരു മുഅ്മിനെ ഒരു മാളത്തിൽ നിന്ന് 2 വട്ടം പാമ്പ് കടിക്കൂലെന്ന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ പാമ്പ് ഉണ്ടാവൂല എന്നല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ആ മാളത്തിൽ അവൻ 2ാമത് കൈയിടൂല. അത് തന്നെയാ. ഇനി നിനക്ക് ഒരു ലീഗുകാരന്റെയും വോട്ട് എന്റെ സരിനെ നിനക്ക് കിട്ടൂല. സരിനെ നിന്നെ പോലെ വലിയ ഒരു ഒറ്റുകാരൻ വെറുതെയല്ല. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പോലും കൈ കൊടുക്കാതെ മുഖം തിരിച്ചു നടന്നത്. ഇന്ന് ഞാൻ ആ ചെയ്ത പ്രവൃത്തിക്ക് രാഹുലിനും ഷാഫി പറമ്പിലിനും വേണ്ടി ഇന്ന് ഞാൻ കൈയടിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു കപടനെ, ഒരു കാപട്യക്കാരനെ കേരളത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു കാപട്യക്കാരനെ
കേരള രാഷ്ട്രീയം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവനിക്കൊന്നും കൈ കൊടുക്കാൻ പോയിട്ട് ഇവന്റെ ഒന്നും മുഖത്ത് നോക്കാൻ പോലും പാടില്ല. അത്രയും വലിയ കാപട്യക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, സരീന്റെ കാര്യത്തില് നമ്മൾ ഓരോരുത്തർക്കും നോ കോംപ്രമൈസ് എന്നായിരിക്കണം. കാരണം ഇവൻ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വം ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് LDF തന്നെയാണ് കേട്ടോ. UDF സ്ഥാനാർത്ഥി ഇവനെ ആക്കില്ല എന്നുള്ള കാര്യം ഇവനിക്കറിയാം. ഇവൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ പറയുന്ന LDF ഒരു സീറ്റാണ്. ആ സീറ്റ് ഇവൻ മതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എൻ്റെ കോൺഗ്രസ്സുകാരെ, UDF ലീഗുകാരെ ഇവൻ എവിടെ മത്സരിച്ചാലും നമ്മുടെ വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവനെ തോപ്പിക്കണം. ഇവൻ വിജയിക്കാൻ പാടില്ല. ഞാനിപ്പോ അന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കാണിച്ച ആ ആർജവത്തിന് അതിൻ്റെ കൂടെയാണ് ഞാൻ അതിന് കൈയടിക്കുക. അതിന് കൈയടിക്കാൻ അന്ന് ഞാൻ തുനിഞ്ഞിട്ടില്ല, ബട്ട് ഇന്ന് ഞാൻ അതിന് കൈയടിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒറ്റുകാരെയൊന്നും നമ്മൾ കൈ കൊടുത്ത് നമ്മുടെ കൈ അശുദ്ധിയാക്കാൻ പാടില്ല. ഇവരെ പോലെയുള്ള തീട്ടങ്ങൾക്ക് കൈ കൊടുത്തിട്ട് നമ്മളെ കൈയും കൂടി എന്തിനാ തീട്ടം നാറ്റുന്നത്? ആ അവസ്ഥ നമ്മൾക്കുണ്ടാവരുത്. മുസ്ലിം ലീഗുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വേദന ഉണ്ടാവും. കാരണം നിങ്ങളെല്ലാവരും ഒറ്റപ്പാലത്ത് ഇവന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നിങ്ങളൊക്കെ ഒറ്റപ്പാലത്ത് ഈ പറയുന്ന സരിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വേദനയുണ്ടാവും, സങ്കടമുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു ചെറ്റക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ പാഴായിട്ടുണ്ട്. ബട്ട് അതോ ഇനി ഒരിക്കലും സംഭവിക്കരുത്. ഇത്തരത്തിലുള്ള ഒരു ചെറ്റക്ക് ഇവൻ ഇനി നിയമസഭയുടെ പടി കാണാൻ പാടില്ല. ഇവൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇനി എന്തിനാ ഇവൻ കാലുമാറിയത്? ഇവനക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല, ഇവനെ സ്ഥാനാർത്ഥിയാക്കില്ല, കോൺഗ്രസ് ഇവനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ മറുകണ്ഠം ചാടിയതല്ലേ. ഈ ചാടിയ ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ CPM നിന്നും കാലുമാറും, BJPയുടെ കൂടാരത്തിലെത്തും. ഇവൻ അധികാരത്തിന് വേണ്ടി, ഒരു സീറ്റിന് വേണ്ടി, ഒരു MLA സ്ഥാനത്തിന് വേണ്ടി, ഒരു MP സ്ഥാനത്തിന് വേണ്ടി, ഒരു മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ CPM നിന്നും ഇവൻ കാലുമാറും. ഉറപ്പാ, നിങ്ങൾ എഴുതി വെച്ചോ. ഈ സരിൻ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവൻ BJPയുടെ പാളയത്തിലായിരിക്കും, സംഘ് പരിവാറിന്റെ പാളയത്തിലായിരിക്കും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവൻ മത്സരിക്കും. ഇവന് LDF സീറ്റും കൊടുക്കും. കാരണം ഇവർക്ക് പാലക്കാട്ട് ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് സരിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ തിരുവേഗപ്പുറ ആ പഞ്ചായത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ ഇവൻ ഇത്തരത്തിലുള്ള ചെറ്റ വർത്താനം പറഞ്ഞത്. അതുകൊണ്ട് ഇവൻ സ്ഥാനാർത്ഥിയാകും, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ ഇവൻ വിജയിക്കരുത്. ഇവൻ എവിടെ മത്സരിച്ചാലും നമ്മുടെ വീട് പണിയപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, കയറി കിടക്കാൻ ഇടമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായാലും ലീഗുകാരെ നിങ്ങൾ കേട്ടോ, ഇവൻ വിജയിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും നമ്മൾ എടുത്തിരിക്കണം. വിജയിപ്പിക്കരുത് വരെ. ഇവൻ വിജയിച്ച് കയറരുത്. ഇവൻ നിയമസഭയുടെ പടിവാതിൽ ഇവൻ കാണരുത്. ഇവൻ ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ സരിൻ തോറ്റ നിങ്ങൾ കണ്ടോ? അടുത്ത ലോക്സഭാ ഇലക്ഷനിലോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ ഇലക്ഷനിലോ ഇവൻ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും, NDAയുടെ മുന്നണിയിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. ഇവൻ അതിനുവേണ്ടി വീണ്ടും കാലുമാറും. ഇങ്ങനെയുള്ള ഒരുത്തിന് നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിനുള്ള പ്രായശ്ചിത്തം മുസ്ലിം ലീഗുകാരെ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എങ്ങനെയാ പ്രായശ്ചിത്തം ചെയ്യല്? ആ പ്രായശ്ചിത്തം ഇവനെ വിജയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രായശ്ചിത്തം. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. ഇപ്പം ഞാൻ പാലക്കാട്ട് ഈ പറയുന്ന ഒറ്റുകാരനെ പാലക്കാട്ട് സീറ്റ് കൊടുക്കാതെ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് കാണിച്ച ആർജവം, ഇവൻ ചാടിപ്പോകുമെന്നുള്ള ഭീഷണി പോലും വകവെക്കാതെ നീ പോട്ടട പുല്ലേ എന്ന് കരുതിക്കൊണ്ട് ഇവനെ എടുത്ത് എറിഞ്ഞ കോൺഗ്രസിന് ഒരു അഭിനന്ദനമുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? ഇവന് എന്തിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്? ഇവൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടല്ലേ ഇവൻ സീറ്റ് കിട്ടാൻ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതിരുന്നപ്പോ ഇവൻ മറുകണ്ഠം ചാടിയത്.
ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇവൻ പാലക്കാട് എവിടെ മത്സരിച്ചാലും ഇവൻ തോക്കുമെന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഇവൻ CPM-ൽ നിന്നും കാലുമാറും. ആ കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്താണെങ്കിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടോ അന്ന് ഇവനെ കണ്ടിട്ട് കൈ കൊടുക്കാതെ പോയത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഒരു തർക്കവുമില്ല. കാരണം ഇവനെ പോലെയുള്ള ഒരു ഒറ്റുകാരൻ്റെ കൂടെ ഒന്നും ഒരിക്കലും ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. ഇവനൊക്കെ രായിക്ക് രാമായണം കാലുമാറുന്ന അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഇവനെ പോലെയുള്ളവനുമായിട്ട് ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ലീഗുകാരുടെ സങ്കടങ്ങൾ, നമ്മൾ ഇവനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ഇവനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്, ഇവനിക്ക് വോട്ട് കൊടുത്തത്, അതൊക്കെ നമ്മൾക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണ്. ആ തെറ്റിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം. ഉറപ്പായിട്ടും മറന്നു പോകരുത്. ലീഗുകാർ മറക്കരുത് ഈ കാര്യം.